ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ചെറിയൊരു കട്ടൻ ചായ കുടിക്കുകയാണ് ഗൈസ്. വൈകുന്നേരമായി, ചായയുടെ സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചായ കുടിച്ചോ? ഇല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ ചായ കുടിക്കാതിരിക്കാൻ പാടില്ല. വേഗം പോയി ചായ കുടിക്കോ എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് തരാൻ എനിക്ക് പറ്റത്തില്ല. നല്ല ചൂട് കട്ടൻ ചായയും. പിന്നെ എനിക്ക് പിന്നെ ഇവിടെ കടി എന്താ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. മറ്റൊന്നുമല്ല, ബ്രൗണി തന്നെ. അത് ബ്രൗണിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. അതുകൊണ്ട് അരുണ് എപ്പം വണ്ടിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തും ഈ സാധനം മേടിക്കും. ഇപ്പം 2-3 ദിവസം വീട്ടിൽ സ്ഥിരമായിട്ട് വരാതിരുന്നത് കൊണ്ട് ഏകദേശം 10 എണ്ണം കണ്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കാന്ന് കരുതി. ഭയങ്കര സോഫ്റ്റാണ്. ഇന്നലെ അവിടെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലാണ്ട് കുറച്ച് കട്ടി ഉണ്ടാവലുണ്ട്. അപ്പോൾ ബ്രൗണിയും കട്ടൻ ചായയും. കട്ടൻ ചായ മധുരം കുറച്ച് കുടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നല്ല സ്ട്രോങ്ങിൽ. എനിക്ക് അതാട്ടോ ഇഷ്ടം. പാൽ ചായ കുടിക്കുമോ എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ കുടിക്കുമായിരുന്നു. പക്ഷേ മൈഗ്രൈൻ്റെ ഒരു ഇഷ്യൂസ് വന്നതിന് ശേഷം പാൽ ചായ അങ്ങനെ കുടിക്കാറില്ല. കട്ടൻ്റെ ആളാണ്. പ്രിയം മുഴുവനവും കട്ടനോടാണ്. അപ്പോൾ കട്ടൻ ചായയും ബ്രൗണിയും അടിപൊളി കോമ്പിനേഷനാണ് ഗൈസ്. കാരണം ഇത് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് മധുരം കുറഞ്ഞ കട്ടൻ ചായ നിർബന്ധമായിട്ട് വേണം. അല്ലാണ്ട് മധുരം ഓവറായാൽ തലക്ക് പിടിക്കും. ഞാൻ പറഞ്ഞില്ലേ, ബ്രൗണി കഴിക്കുക വെച്ചാൽ പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങും. എനിക്ക് ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മുടെ ബസന്തിയുടെ പല്ല് പോലെ ഉണ്ടാവും. പറക്കുന്തളി സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്തെ ബസന്തി ഉണ്ടല്ലോ, ലതിൻ്റെ പല്ല് പോലെ ഉണ്ടാവും. അതാണ്. അപ്പം ചൂടുള്ള കട്ടൻ ചായ. ഗുപ്തം പറഞ്ഞിട്ടുണ്ട് ചായയിൽ ഊതി ഊതി കുടിക്കണം എന്ന് അല്ലേ? പിന്നെ തിരിച്ച് കമൻ്റ് ഇടി, ചൂടുള്ള ചായ അണ്ണാക്കിലേക്ക് മറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അന്നതൊരു ട്രെൻഡായിരുന്നു അല്ലേ? ആ ഒരു സമയത്ത് ഗുപ്തം പറഞ്ഞിട്ട് ചായ ഊതി ഊതി കുടിക്കണമെന്ന്. സിനിമ ഹരികൃഷ്ണൻസ് കേട്ടോ, അത് മറന്നുകൊണ്ടാണ്. അപ്പോൾ ചിലർ വിചാരിക്കും അതാ സിനിമ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ്. എല്ലാവരും പോയി ചായ കുടിക്കുക. ഈ ഒരു പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. അതുകൊണ്ട് വേഗം പോയിട്ട് ചായ കുടിക്കുക. ഞാനിതും ചായയും കുടിച്ച് തീർക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈവനിങ് വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.